ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബികോമിലെ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബികോമിലെ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റ്. ഡിഡക്ഷൻസ് എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ബികോം എക്സാമിനേഷനിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. ഇത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്, അതേസമയം പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ബികോം സ്റ്റുഡൻസിനായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെയും MG യൂണിവേഴ്സിറ്റിയിലെയും കേരള യൂണിവേഴ്സിറ്റിയിലെയും ബികോം സ്റ്റുഡൻസിനായിട്ട് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്റെ ചാനലിന്റെ പേരായിട്ടുള്ള കൊമേഴ്സ് നോളജ് J7 എന്ന ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ വേണ്ടി പറ്റും, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ബികോം സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ഉള്ള സ്റ്റുഡൻസിനെ ഒക്കെ സഹായിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്? 5000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഡിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടി എന്നതിനർത്ഥം 15,000 രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട എന്നതാണ് അർത്ഥം. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഡിഡക്ഷൻ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് അതാണ്. 15,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയി. ഫോർ എക്സാമ്പിൾ ആണ് ഞാനിവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഇമാജിനറി ഫിഗർ ഞാനിവിടെ പറയുകയാണ്. 15,000 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയി കിട്ടി എന്നതിനർത്ഥം അത്രയും ഭാഗത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട എന്നതാണ് അർത്ഥം. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ ഈ ഡിഡക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, ബിസിനസ് ഓർ പ്രൊഫഷൻ, അതർ സോഴ്സസ്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂട്ടുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് കൂടെ കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുക. ഓക്കെ, ഈ ഡിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. 15,000 രൂപ ഡിഡക്ഷൻ ആയി കിട്ടി എന്നതിനർത്ഥം 15,000 രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട എന്നതാണ് അർത്ഥം. അത്രയും ഭാഗത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷൻ ബെനിഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ 5 ഹെഡ് ഓഫ് ഇൻകം, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, ബിസിനസ് ഓർ പ്രൊഫഷൻ, അതർ സോഴ്സസ്, ഈ 5 ഹെഡ് ഓഫ് ഇൻകം കൂട്ടുന്നതിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഡിഡക്ഷൻസ് ഒക്കെ കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിഡക്ഷൻ. ഇനി നമുക്ക് ഓരോ സെക്ഷനിലും ഓരോ ഡിഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ ഡിഡക്ഷൻ ആണ്, ഏതൊക്കെ സെക്ഷനിലാണ് പറയുന്നത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് എക്സാം ഷീറ്റിൽ നിങ്ങൾ സെക്ഷൻസും അതുപോലെ തന്നെ അതിലെ ഡിഡക്ഷൻ എമൗണ്ട് നിങ്ങൾ ഉൾപ്പെടുത്താം. അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻ, സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസും അത് എത്രത്തോളം ഡിഡക്ഷൻ കിട്ടും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെക്ഷൻ 80C. 80C എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുക എന്ന് നോക്കാം. ഇവിടെ നോക്കാം, ലൈഫ് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ പേ ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. സെക്ഷൻ 80C പ്രകാരം ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും ഡിഡക്ഷൻ അവൈലബിൾ ആണ്. 1,50,000 1,50,000 രൂപ വരെ ഇതിൽ ഡിഡക്ഷൻ സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. നമുക്ക് 1,50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 80C എന്ന് പറയുന്നത്. അപ്പോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലാണ്, കോൺട്രിബ്യൂട്ട് ചെയ്താലാണ് നമുക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടുക എന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രീമിയം അടക്കുന്ന ആളാണ് എങ്കിൽ അദ്ദേഹത്തിന് 1,50,000 രൂപ വരെ സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയിൽ RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സൂപ്പർ അന്വേഷൺ ഫണ്ട് എന്നീ പെൻഷൻ ഫണ്ടുകളിൽ ഇതൊക്കെ പെൻഷൻ ഫണ്ടാണ്. സൂപ്പർ അന്വേഷണ ഫണ്ട് ഒരു പെൻഷൻ ഫണ്ടാണ്. ഓക്കെ, നമുക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ പെൻഷൻ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ സുകന്യ സമൃദ്ധി സ്കീം പർച്ചേസ് ചെയ്യുകയാണ്. എന്താണ് സുകന്യ സമൃദ്ധി സ്കീം എന്ന് പറയുന്നത്? വീട്ടിൽ ഒരു ഗേൾ ചൈൽഡ് ഉണ്ടെങ്കിൽ, വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരുടെ കല്യാണ ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ ഭാവി മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുകന്യ സമൃദ്ധി സ്കീം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സുകന്യ സമൃദ്ധി സ്കീം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ULIP, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. എന്താണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത്? നമുക്ക് ലൈഫിനും പ്രൊട്ടക്ഷൻ കിട്ടും. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ലൈഫിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒന്നാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ലൈഫിനും പ്രൊട്ടക്ഷൻ കിട്ടും, അതേസമയം
നമുക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റും അതിൽ നടത്താൻ വേണ്ടി പറ്റും. രണ്ടും കൂടെ ഉള്ള ഒരു സ്കീമാണ് ULIP, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ULIP ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ദെൻ ട്യൂഷൻ ഫീസ് നിങ്ങൾ അടക്കുന്ന ആണെങ്കിൽ അദ്ദേഹത്തിനും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ട്യൂഷൻ ഫീസ് അടക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനും ഡിഡക്ഷൻ കിട്ടും. ദെൻ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഹൗസ് പ്രോപ്പർട്ടി ലോൺ എടുത്ത് നിങ്ങൾ ഹൗസ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. പ്രിൻസിപ്പൽ എമൗണ്ടിനാണ് 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടുക. ശ്രദ്ധിക്കുക, പ്രിൻസിപ്പൽ എമൗണ്ടിനാണ്, പലിശയ്ക്കല്ല, പ്രിൻസിപ്പൽ എമൗണ്ടിനാണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഹൗസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുക. ദെൻ 5 വർഷത്തിൽ കുറയാത്ത ടേം ഡെപ്പോസിറ്റ് നിങ്ങൾ ഉള്ള ആളാണെങ്കിൽ, ടേം ഡിപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റൂൾ 2004 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ ഇതിൽ നിങ്ങൾ ഒരു 5-6 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. 5 to 6 പോയിന്റ്സ് സെക്ഷൻ 80C വരുന്ന ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു സെക്ഷൻ 80C പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ 1,50,000 rupees വരെ ഡിഡക്ഷൻ കിട്ടും. അപ്പോ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്ന ആളാണെങ്കിൽ, പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, സുകന്യ സമൃദ്ധി സ്കീം, വീട്ടിൽ ഒരു ഗേൾ ചൈൽഡ് ഉണ്ടെങ്കിൽ അവരുടെ ബെനിഫിറ്റ് ആയിട്ടുള്ള സുകന്യ സമൃദ്ധി സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് അടക്കുന്ന ആളാണെങ്കിൽ, ഹൗസ് പ്രോപ്പർട്ടി ലോൺ എടുത്ത് വാങ്ങുമ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന്, അതുപോലെ തന്നെ 5 വർഷത്തിൽ കുറയാത്ത ടേം ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റൂൾ 2004 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം 1,50,000 rupees വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിഡക്ഷൻ സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 80C എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ 80C നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം ഒരു 7, 8, 9 പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു 5 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക, എക്സാം ഷീറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിഡക്ഷൻ മൊത്തത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. ചില സാഹചര്യങ്ങളിൽ ഡിഡക്ഷൻ സെക്ഷൻ 80C മാത്രമായിട്ട് ചോദിക്കാം. സെക്ഷൻ 80C മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇൻഡിവിജ്വലിനും HUF-നും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിഡക്ഷൻ ആണ്. HUF മീൻസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പോൾ ഇതിലൊരു 5 പോയിന്റ്സ് 6 പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാനിവിടെ 7, 8 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ 80CCC നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഡിഡക്ഷൻ സെക്ഷൻ ആണ് സെക്ഷൻ 80CCC. ചില പെൻഷൻ ഫണ്ടുകളിൽ സെർട്ടൈൻ പെൻഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80CCC പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഈ പെൻഷൻ ഫണ്ടുകളെ, അതായത് ഇൻഷുറൻസ് കമ്പനി ഓഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ LIC ഓഫർ ചെയ്യുന്നതോ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫർ ചെയ്യുന്നതോ ആയിട്ടുള്ള പെൻഷൻ ഫണ്ടിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം സെക്ഷൻ 80CCC പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. 80CCC പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 1,50,000 rupees വരെ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, സെക്ഷൻ 80CCC പ്രകാരം LIC ഓഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി ഓഫർ ചെയ്യുന്നതോ ആയിട്ടുള്ള പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ LIC ഓഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ certain ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓഫർ ചെയ്യുന്നതോ ആയിട്ടുള്ള പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ദെൻ 80CCD നാഷണൽ പെൻഷൻ സ്കീം, സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീം ആയിട്ടുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, 80CCD പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നാഷണൽ പെൻഷൻ സ്കീം, സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീം ആയിട്ടുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 80CCD പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അത്രമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നാഷണൽ പെൻഷൻ സ്കീമിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീം ആയിട്ടുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 80CCD പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 1,50,000 rupees വരെ ഡിഡക്ഷൻ നമുക്ക്, ഡിഡക്റ്റബിൾ എമൗണ്ട് ഇവിടെ വേറെയാണ്. ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 10% സാലറി ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 10% സാലറി ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ദെൻ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണ്, സ്വയം ജോലി കണ്ടെത്തിയ പേഴ്സൺ ആണെങ്കിൽ 20% ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 20% ഡിഡക്ഷൻ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. 80C നമ്മളിപ്പോ കണ്ടു. 80C പ്രകാരവും 80CCC പ്രകാരം, 80CCC പ്രകാരവും 80CCD പ്രകാരവും നമ്മളിപ്പോ കണ്ട 3 ഡിഡക്ഷനും മാക്സിമം നമുക്ക് 1,50,000 rupees വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ.
അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണ് സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് 50,000 രൂപ ഡിഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ സെക്ഷൻ 80CCC പ്രകാരം 60,000 രൂപ ഡിഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ 80CCD പ്രകാരം നിങ്ങൾക്കൊരു 70,000 രൂപ ഡിഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 3 ഡിഡക്റ്റബിൾ എമൗണ്ട് 50,000, 60,000, 70,000 1,80,000 റുപ്പീസ് ആയിട്ടുണ്ട്. 1,80,000 ആണ് ഈ 3 എമൗണ്ട് കൂട്ടുന്ന സമയത്ത്. പക്ഷെ 1,80,000 നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടില്ല. 1,50,000 റുപ്പീസ് വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. 1,50,000 ഈ 3 സെക്ഷൻ കൂടെ കൂട്ടിയിട്ട് 1,50,000 റുപ്പീസ് വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. സെക്ഷൻ 80C എന്ന് പറയുന്നത് എന്തായിരുന്നു? സെക്ഷൻ 80C എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. സെക്ഷൻ 80C പ്രകാരം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആളാണെങ്കിൽ, പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സുകന്യ സമൃദ്ധി സ്കീം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് പേ ചെയ്യുന്ന ആളാണെങ്കിൽ, ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ, ടേം ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റൂൾ, അതുപോലെ തന്നെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ സെക്ഷൻ 80CCCയിലോ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയോ അതർ ഇൻഷുറൻസ് കമ്പനിയോ ഓഫർ ചെയ്യുന്ന പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 80CCC പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ 80CCD പ്രകാരമോ സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയീസിന് സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീമായിട്ടുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും സെക്ഷൻ 80CCD പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, സെക്ഷൻ 80CCC പ്രകാരം LIC ഓഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതർ ഇൻഷുറൻസ് കമ്പനി ഓഫർ ചെയ്യുന്നതോ ആയിട്ടുള്ള പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് സെക്ഷൻ 80CCC പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടുക. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ സ്കീമായിട്ടുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് 80CCD പ്രകാരമുള്ള സെക്ഷൻ 80CCD പ്രകാരം നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് സെക്ഷൻ 80CCD പ്രകാരമുള്ള എന്താ പറയാ ഡിഡക്ഷൻ കിട്ടുക. അപ്പൊ ഇവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് നോക്കാം. എംപ്ലോയി കോൺട്രിബ്യൂഷൻ, അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷനാണ്. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 10% സാലറി നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 10% സാലറിയുടെ 10% ഡിഡക്ഷൻ കിട്ടും. സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ 20%, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 20% ഡിഡക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, പ്രത്യേകം ഇവിടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇവിടെ സെക്ഷൻ 80CCC എന്ന് പറയുന്നത് 80CCC എന്ന് പറയുന്നത് LIC ഓഫർ ചെയ്യുന്നതോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതർ ഇൻഷുറൻസ് കമ്പനി ഓഫർ ചെയ്യുന്നതോ ആയിട്ടുള്ള പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് സെക്ഷൻ 80CCC പ്രകാരം ഡിഡക്ഷൻ കിട്ടുക. ഇവിടെ 80CCD എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് സെക്ഷൻ 80CCD പ്രകാരം ഡിഡക്ഷൻ കിട്ടുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ 2 സെക്ഷൻസ്. ദെൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു, സെക്ഷൻ 80C അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻ 80CCC, സെക്ഷൻ 80CCD ഈ 3 ഡിഡക്ഷനും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് 1,50,000 റുപ്പീസ് വരെ മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. 1,50,000 കൂടുതൽ ഡിഡക്ഷൻ കിട്ടില്ല. ഈ 3 സെക്ഷൻ കൂട്ടുമ്പോഴും 1,50,000 റുപ്പീസ് വരെ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, സെക്ഷൻ 80C അതുപോലെ തന്നെ സെക്ഷൻ 80CCC, സെക്ഷൻ 80CCD ഈ 3 ഡിഡക്ഷനും കൂട്ടുന്ന സമയത്തും 1,50,000 മുകളിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. 1,50,000 റുപ്പീസ് വരെ മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഡിഡക്ഷൻ. ദെൻ അടുത്ത ഡിഡക്ഷനിലേക്ക് നമുക്ക് പോവാം. സെക്ഷൻ 80D മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്ന ആളാണെങ്കിൽ എനി മൂഡ് അതർ ദാൻ ക്യാഷ് ഒഴിച്ചിട്ടുള്ള എല്ലാ രീതിയിലും, അതായത് ചെക്കായിട്ട് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ ബാങ്ക് വഴി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടക്കാം. അതുപോലെ തന്നെ ക്യാഷ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഡക്ഷൻ ക്ലെയിം കിട്ടില്ല. സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ ഇവിടെ നോക്കാം, 50,000 രൂപ വരെ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്ന ആളാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. അതർ ദാൻ ക്യാഷ് അല്ലാത്ത രീതിയിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടക്കുകയാണെങ്കിൽ 25,000 രൂപ ഫാമിലിക്ക്, അതുപോലെ തന്നെ വീട്ടിലൊരു സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ, 60 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് 25,000 രൂപ ഡിഡക്ഷൻ കിട്ടും. അങ്ങനെ മാക്സിമം 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ 5,000 രൂപ പ്രിവെന്റീവ് ചെക്കപ്പ്, അതായത് നമുക്ക് മാസങ്ങളിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ ചെക്കപ്പുകളൊക്കെ ഉണ്ടാവും. ആ ചെക്കപ്പിന് ഒരു 5,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, 80D പ്രകാരം ക്യാഷ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്ന ആളാണെങ്കിൽ 50,000 രൂപ വരെ 50,000 റുപ്പീസ് വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, 80D ഓൾസോ ബി കംപ്ലീറ്റഡ്. ദെൻ 80DD മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ്, അതായത് വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടാവും, അദ്ദേഹത്തിന് ഡിഡക്ഷൻ കിട്ടും. സെക്ഷൻ 80DD പ്രകാരം ഡിസേബിൾഡ് പേഴ്സണെ നോക്കുന്ന ആളാണെങ്കിൽ 75,000 രൂപ വൈകല്യമുള്ള ആളാണെങ്കിൽ, നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ, അത് സാധാരണ രീതിയിലുള്ള വൈകല്യമാണെങ്കിൽ 75,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ നല്ല ഡിസബിലിറ്റി ആണെങ്കിൽ, അതായത് ഉയർന്ന രീതിയിലുള്ള വൈകല്യം ഉണ്ടെങ്കിൽ 1,25,000 വരെയും
ഡിഡക്ഷൻ കിട്ടും. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ്, ഡിസേബിൾഡിനെ നോക്കുന്ന ആൾക്ക്, അതായത് ഡിസേബിൾഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക്, അതായത് വൈകല്യമുള്ള ആളെ നോക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഡക്ഷൻ ആണ് സെക്ഷൻ 80DD എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 80DDB എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ഡിസീസ് ആയിട്ടുള്ള ക്യാൻസർ, എയ്ഡ്സ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നോർമൽ സിറ്റിസൺ ആണെങ്കിൽ, അതായത് 60 വയസ്സിൽ താഴെയുള്ള ആളാണെങ്കിൽ 40,000 രൂപ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1,00,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും, സ്പെസിഫൈഡ് ഡിസീസ് ഉള്ള വ്യക്തിയാണെങ്കിൽ. നെക്സ്റ്റ് ഡിഡക്ഷൻ സെക്ഷൻ 80E. നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ പലിശയ്ക്ക് 8 വർഷം വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിൽ 8 വർഷം വരെ നിങ്ങൾക്ക് അതിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സെക്ഷൻ 80EE ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ആണ്. നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ട്, അതായത് നിങ്ങൾ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ലോൺ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ പലിശ, അതിന്റെ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് സെക്ഷൻ 80EE പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഇതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി വാല്യൂ ലെസ് ദാൻ 50 ലക്ഷത്തിൽ താഴെയുള്ള വീടായിരിക്കണം നിങ്ങൾ ലോൺ എടുത്ത് വാങ്ങുന്നത്. അതുപോലെ 50 ലക്ഷം രൂപയിൽ താഴെയുള്ള വീടായിരിക്കണം. അതുപോലെ തന്നെ ലോൺ എമൗണ്ട് 35 ലക്ഷത്തിലും താഴെയാണെങ്കിൽ 50,000 രൂപ വരെ, ഇതൊന്നും നിങ്ങൾ ആലോചിച്ചില്ലെങ്കിലും 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അതിന്റെ പലിശയ്ക്കാണ്, ഇൻട്രസ്റ്റിനാണ് ഡിഡക്ഷൻ കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടുന്ന സെക്ഷൻ 80C ആണ്. 80Cയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 80Cയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൽ എമൗണ്ടിന് സെക്ഷൻ 80C പ്രകാരം നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് ഒരു ഹൗസ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം, യെസ്, പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്. നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് നിങ്ങൾ ഒരു ഹൗസ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന്, അതിന്റെ ആക്ച്വൽ എമൗണ്ടിന്, അതായത് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ആ 10 ലക്ഷം രൂപയ്ക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ടിന് നിങ്ങൾക്ക് 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അതേസമയം അതിന്റെ പലിശയ്ക്ക് നമ്മളിപ്പോ പറഞ്ഞ സെക്ഷനാണ്, അതിന്റെ പലിശയ്ക്ക് നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് ഒരു ഹൗസ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ പലിശയ്ക്ക് സെക്ഷൻ 80EE പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. നിങ്ങളൊരു ഹൗസ് ലോൺ എടുത്തിട്ട് വാങ്ങുകയാണ് എങ്കിൽ 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും എന്നാണ് സെക്ഷൻ 80EE പ്രകാരം. അതിന്റെ ഇൻട്രസ്റ്റ്, പലിശയ്ക്ക് സെക്ഷൻ 80EE പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 80EEA ഇത് പുതിയൊരു അമെന്റ്മെന്റ് ആയിട്ട് വന്നതാണ്. ഇതും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊരു ലോൺ എടുത്തിട്ട് ഒരു ഹൗസ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ പലിശയ്ക്ക്, അതിന്റെ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് 1,50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. 1,50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ഇതൊരു പുതിയ അമെന്റ്മെന്റ് ആണ്, പുതുതായിട്ട് വന്നതാണ്. നമ്മളിപ്പോ കണ്ട സെക്ഷൻ 80EEയിൽ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ തന്നെയാണ്. ഇവിടെ 50,000 രൂപ വരെയാണ് ഡിഡക്ഷൻ കിട്ടുക. നിങ്ങളൊരു ലോൺ എടുത്തിട്ട് ഒരു ഹൗസ് വാങ്ങുകയാണെങ്കിൽ 50,000 രൂപ വരെ സെക്ഷൻ 80EE പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അതേസമയം ഇവിടെ സെക്ഷൻ 80EA പുതിയൊരു അമെന്റ്മെന്റ് ആയിട്ട് വന്നതാണ് സെക്ഷൻ 80EA. ദാറ്റ് ഈസ് 2019-2020 ഒക്കെ ലോൺ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, 2019-2020 ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അത്രമാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ 45 ലക്ഷത്തിൽ കുറഞ്ഞ ലോൺ എമൗണ്ട് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ പുതിയ അമെന്റ്മെന്റ് ആയിട്ടുള്ള 2019-20 ലോൺ എടുത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് 1,50,000 രൂപ വരെ ഡിഡക്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, സെക്ഷൻ 80EA പ്രകാരം. സെക്ഷൻ 80EB ഇതൊരു പുതിയ അമെന്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിൾ ഒന്നും ഇവിടെ അത്ര പോപ്പുലർ ആയിട്ടില്ല. ഇലക്ട്രിക് വെഹിക്കിൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ പലിശയ്ക്ക് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. 1,50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. പുതിയൊരു അമെന്റ്മെന്റ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾ ഒന്നും ഇവിടെ അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. എങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ പലിശയ്ക്ക് 1,50,000 രൂപ വരെ ഡിഡക്ഷൻ അവൈലബിൾ ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സെക്ഷൻ 80G ഡൊണേഷൻ. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അവിടെ 100% നോ ലിമിറ്റ്, 50% നോ ലിമിറ്റ്, 100% വിത്ത് ലിമിറ്റ് ആൻഡ് 50% വിത്ത് ലിമിറ്റ്. ഈ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡൊണേഷനെ ക്ലാസിഫൈ ചെയ്യാം. 80Gയിലെ ഡൊണേഷനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൊണേഷൻ ചാരിറ്റബിൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ 100% നോ ലിമിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു 15,000 രൂപ ഒരു 60,000 രൂപ നിങ്ങൾ ഡൊണേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. 60,000 രൂപ ഡൊണേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. 100% നോ ലിമിറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ദാറ്റ് ഈസ് 100% ഡിഡക്ഷൻ കിട്ടും. 50% നോ ലിമിറ്റ് ആണെങ്കിൽ 60,000 രൂപയാണെങ്കിൽ അതിന്റെ പകുതി 30,000 രൂപയ്ക്ക് ഡിഡക്ഷൻ കിട്ടും. അതാണ് 50% എന്ന് പറയുന്നത്.
30,000 രൂപയ്ക്ക് ഡിഡക്ഷൻ കിട്ടും. 100% നോ ലിമിറ്റ് ആണെങ്കിൽ മുഴുവൻ ഡിഡക്ഷൻ കിട്ടും. നോ ലിമിറ്റ് ആണ്, ഒരു ലിമിറ്റ് അവിടെ ഇല്ല. 60,000 രൂപയുടെ ഡിഡക്ഷൻ കിട്ടും. 50% നോ ലിമിറ്റ് ആണെങ്കിലോ 60,000 രൂപയുടെ പകുതി 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അതിന് 50% ഡിഡക്ഷൻ കിട്ടും. ദെൻ 100% വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ 100% നമ്മൾ എടുക്കും. ഓക്കെ, അത് വേറൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരും. ദെൻ 50% വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ലിമിറ്റ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ 50% എടുക്കും. ഇനി നമുക്ക് ഓരോ ഡൊണേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. 100% നോ ലിമിറ്റിൽ വരുന്ന ഏതൊക്കെ ഡൊണേഷൻസ് ആണെന്ന് നോക്കാം. ഇവിടെ നോക്കാം, നാഷണൽ ഡിഫൻസ് ഫണ്ട്, നാഷണൽ സ്പോർട്സ് ഫണ്ട്, നാഷണൽ ഇൽനസ് അസിസ്റ്റന്റ് ഫണ്ട്, ഇവിടെ പറയുന്ന എല്ലാ ഡൊണേഷനിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 100% ഡിഡക്ഷൻ കിട്ടും. 100% നോ ലിമിറ്റ് ഡിഡക്ഷൻ കിട്ടും. ഞാൻ പറഞ്ഞിരുന്നു 100% ലോ, അതായത് നിങ്ങൾ നാഷണൽ ഡിഫൻസ് ഫണ്ടിൽ ഒരു 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് 60,000 രൂപ ഡൊണേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ 60,000 രൂപയും നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. കാരണം എന്താ? ഇത് 100% നോ ലിമിറ്റ് ആണ്. 100% നോ ലിമിറ്റ് ആണ്. കാരണം മുഴുവൻ എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും. entire amount that you get as deduction. നമുക്ക് ഏതൊക്കെയാണ് 100% നോ ലിമിറ്റ് ഡൊണേഷനിൽ വരുന്നതെന്ന് നോക്കാം. നാഷണൽ ഡിഫൻസ് ഫണ്ട്, നാഷണൽ സ്പോർട്സ് ഫണ്ട്, ഇൽനസ് അസിസ്റ്റന്റ് ഫണ്ട്, ചിൽഡ്രൻസ് ഫണ്ട്, കൾച്ചറൽ ഫണ്ട്, ശിലാ സാക്ഷരതാ സമിതി, ഡൊണേഷൻ ടു സ്വച്ഛ് ഭാരത് ഘോഷ്, ക്ലീൻ ഗംഗ ഫണ്ട്, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട്, നാഷണൽ ഫണ്ട് ഫോർ ദ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, ചീഫ് മിനിസ്റ്റർ എർത്ത് റിലീഫ് ഫണ്ട്. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ആസ് 100% ഡിഡക്ഷൻ. മുഴുവൻ എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും. ദെൻ 50% നോ ലിമിറ്റ് ഏതൊക്കെയാണ് നോക്കാം. ഈ 4 കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതായത് 60,000 രൂപ നിങ്ങൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിന്റെ, പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ടിന്റെ, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ഉണ്ട്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഉണ്ട്. ഇതിൽ 60,000 രൂപ ഏതെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പകുതി 30,000 രൂപ, 50%, 30,000 രൂപ ദാറ്റ് യു ഗെറ്റ് ആസ് ഡിഡക്ഷൻ ഫ്രം ദിസ്. ഇതിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30,000 അതിന്റെ പകുതി എമൗണ്ട് ഡിഡക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഇമാജിനറി ഫിഗർ പറഞ്ഞു തന്നുള്ളൂ. ഈ 4 കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇത് കാരണം 50% മാത്രമേ ഇവിടെ നമുക്ക് എന്തിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. ദെൻ വിത്ത് ലിമിറ്റ്. ഇനി നമ്മൾ പറയാനുള്ളത് വിത്ത് ലിമിറ്റ് 100%, വിത്ത് ലിമിറ്റ് 50% ആണ്. എന്താണ് വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം ഒരു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ആ ലിമിറ്റിന്റെ 100%, ആ ലിമിറ്റിന്റെ 50%, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് വിത്ത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? വിത്ത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് LTCG കുറക്കുക, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കുറക്കുക, STCG ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കുറക്കുക, ആൻഡ് ഓൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U എക്സെപ്റ്റ് 80G. 80G ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഡിഡക്ഷൻ, 80G കൂട്ടാൻ വേണ്ടി പാടില്ല, 80G ഒഴികെയുള്ള ബാക്കി എല്ലാ ഡിഡക്ഷൻസ് കുറക്കുക, അതിന്റെ 10% കാണുക. അപ്പോൾ നമുക്ക് വിത്ത് ലിമിറ്റ് കിട്ടും. വിത്ത് ലിമിറ്റ് കിട്ടും. ഇതിന്റെ 100% ഡൊണേഷൻ വിത്ത് ലിമിറ്റ് 100% ഉണ്ട്, വിത്ത് ലിമിറ്റ് 50% ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാൽക്കുലേഷൻ നിങ്ങൾ നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് LTCG, STCG, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഡിഡക്ഷനും കുറക്കുക. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U അതർ ദാൻ 80G. 80G ഒഴികെയുള്ള ബാക്കി എല്ലാ ഡിഡക്ഷൻസും കുറക്കാം. അപ്പൊ അതിന്റെ 10% എടുക്കുക. അതിന്റെ 10% എടുക്കുക. അപ്പൊ നമുക്ക് വിത്ത് ലിമിറ്റ് കിട്ടും. ഈ വിത്ത് ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 100% കാൽക്കുലേറ്റ് ചെയ്യും, വിത്ത് ലിമിറ്റ് 50% കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നോക്കാം, 100% വിത്ത് ലിമിറ്റിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. വിത്ത് ലിമിറ്റ് നമ്മൾ ഓൾറെഡി ആ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ 100% ഡൊണേഷൻ നമ്മൾ എത്രയാണോ അത് നോക്കും. ഓക്കെ, വിത്ത് ലിമിറ്റ് ഇപ്പൊ 1,00,000 രൂപയാണെങ്കിൽ ആ 1,00,000 രൂപയുടെ 100% എന്ന് പറയുന്നത് 1,00,000 രൂപയെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, വിത്ത് ലിമിറ്റ് എത്രയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ആ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ 100%, അതിന്റെ 50% എടുക്കും. ദെൻ 100% വിത്ത് ലിമിറ്റിൽ ഏതൊക്കെയാണ് വരിക നോക്കാം. ഡൊണേഷൻ ടു ഗവൺമെന്റ് ഓർ എനി അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുക, ഗവൺമെന്റിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 100% വിത്ത് ലിമിറ്റും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. വിത്ത് ലിമിറ്റിന്റെ 100% ഡിഡക്ഷൻ. ആ ലിമിറ്റ് നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ 100% നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ദെൻ ഡൊണേഷൻ ടു ബൈ കമ്പനി. ഒരു കമ്പനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലേക്ക്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനും 100% വിത്ത് ലിമിറ്റ് പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ 50% വിത്ത് ലിമിറ്റ്. 50% വിത്ത് ലിമിറ്റ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വിത്ത് ലിമിറ്റ് എമൗണ്ടിന്റെ, നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത വിത്ത് ലിമിറ്റ് എമൗണ്ടിന്റെ പകുതി 50% ഡിഡക്ഷൻ കിട്ടുന്ന ഒന്നാണ് 50% വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഡൊണേഷൻ ടു ഗവൺമെന്റ് ഓർ എനി അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ചാരിറ്റബിൾ പർപ്പസ് അതർ ദാൻ ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് അല്ലാത്തതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫാമിലി പ്ലാനിങ്ങിൽ അല്ലാത്ത കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ 50% വിത്ത് ലിമിറ്റ് പ്രകാരം. ഫാമിലി പ്ലാനിങ് ഏതിലാണ് വരുന്നത്? ഫാമിലി പ്ലാനിങ് 100% വിത്ത് ലിമിറ്റിലാണ് ഫാമിലി പ്ലാനിങ് വരുന്നത്. അപ്പൊ ഫാമിലി പ്ലാനിങ് അല്ലാത്ത കാര്യങ്ങളിൽ ഗവൺമെന്റിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ 50% വിത്ത് ലിമിറ്റ് പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ദെൻ
ചർച്ച്, മോസ്ക്യൂ ആൻഡ് ടെമ്പിൾ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിനോവേഷൻ, അതിന്റെ പുനരുദ്ധാരണം, അതിന്റെ എന്തെങ്കിലും റിപ്പയേഴ്സ്, പുനരുദ്ധാരണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% വിത്ത് ലിമിറ്റ് ഡിഡക്ഷൻ കിട്ടും. ദെൻ അപ്പൊ നമ്മൾ സെക്ഷൻ 80G കഴിഞ്ഞു. സെക്ഷൻ 80Gയിൽ നമ്മൾ പറഞ്ഞിരുന്നു, 80Gയിൽ നമുക്ക് ഡൊണേഷൻ 4ആയിട്ട് തിരിക്കാം. 100% നോ ലിമിറ്റ്, ശ്രദ്ധിക്കാം, 100% നോ ലിമിറ്റ്, 50% നോ ലിമിറ്റ്, 100% വിത്ത് ലിമിറ്റ്, 50% വിത്ത് ലിമിറ്റ്. അപ്പൊ 100% നോ ലിമിറ്റിൽ ഇതൊക്കെയാണ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ദെൻ 50% നോ ലിമിറ്റിൽ ഈ 4 കാര്യങ്ങളാണ് വരുന്നത്: ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, പ്രൈം മിനിസ്റ്റർ ബ്രോഡ് റിലീഫ് ഫണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. ഈ 4 കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പകുതി ഡിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ദെൻ വിത്ത് ലിമിറ്റ് എന്ന് പറയുന്ന അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ 100%, ലിമിറ്റിന്റെ 50% ആണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. അതുപോലെ തന്നെ ഓൾ ഡിഡക്ഷൻസ് 80C to 80U അതർ ദാൻ 80G ഒഴികെയുള്ള ബാക്കിയുള്ള ഡിഡക്ഷൻസും ഇതിൽ നിന്ന് കുറക്കുക. അതിന്റെ 10% കാണുക. അപ്പോൾ നമുക്ക് ഒരു വിത്ത് ലിമിറ്റ് കിട്ടും. അതിന്റെ 100% ഡിഡക്ഷൻ കിട്ടുകയാണ് വിത്ത് ലിമിറ്റ് 100%. അപ്പോൾ ഡൊണേഷൻ ടു വിത്ത് ലിമിറ്റ് 100% വരിക. ഫാമിലി പ്ലാനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷനിലേക്ക് കമ്പനി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100% വിത്ത് ലിമിറ്റോടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ മുകളിലാണ് നമുക്ക് ഇവിടെ ഡിഡക്ഷൻ കിട്ടുക, വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ 50% വിത്ത് ലിമിറ്റ് ഉണ്ട്. 50% വിത്ത് ലിമിറ്റ് എന്ന് പറയുന്ന ലിമിറ്റിന്റെ പകുതി പെർസെന്റേജ് നമുക്ക് എന്തിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. ദെൻ ഫൈനലി സെക്ഷൻ 80GG അടുത്ത സെക്ഷൻ ആണ്. സെക്ഷൻ 80GG ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെന്റ് പെയ്ഡ് ഇൻ കേസ് ഓഫ് നോട്ട് റിസീറ്റ് HRA. ഹൗസ് റെന്റ് അലവൻസ് കിട്ടാത്ത വ്യക്തിയാണ് എങ്കിൽ സെക്ഷൻ 80GG പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഈ 3 ലിമിറ്റ് വെച്ചിട്ടാണ് അവിടെ ഡിഡക്ഷൻ കിട്ടുക. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം, 25% ഓഫ് ദ ടോട്ടൽ ഇൻകം, 5,000 പെർ മന്ത്. ഈ 3 ലിമിറ്റിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തിട്ട് സെക്ഷൻ 80GG പ്രകാരം ഡിഡക്ഷൻ കിട്ടുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് റിസീറ്റ് HRA, ഹൗസ് റെന്റ് അലവൻസ് കിട്ടാത്ത വ്യക്തിയാണ് എങ്കിൽ സെക്ഷൻ 80GG പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ലിമിറ്റ് നോക്കിയിട്ടാണ് ഡിഡക്ഷൻ നിങ്ങൾക്ക് തരിക. എത്രത്തോളം ഡിഡക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഈ 3 ലിമിറ്റ് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. ദെൻ സെക്ഷൻ 80GGയെ റൂറൽ ഡെവലപ്മെന്റ്, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങൾ ഡൊണേഷൻ അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുകയാണ് എങ്കിൽ, ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുകയാണെങ്കിൽ സെക്ഷൻ 80GG പ്രകാരം 100% നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അതായത് ഒരു 1,00,000 രൂപ നിങ്ങൾ സയന്റിഫിക് റിസർച്ച് ഇൻ റൂറൽ ഏരിയസ്, ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുകയാണെങ്കിൽ 1,00,000 രൂപ 100% നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ദെൻ സെക്ഷൻ 80GGB ഡൊണേഷൻ ബൈ ആൻ ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനി പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഇന്ത്യൻ കമ്പനി ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് കൊടുത്തത് അത് മുഴുവനായിട്ട് ഡിഡക്ഷൻ കിട്ടും. എത്ര എമൗണ്ട് ആണ് കൊടുത്തത് മുഴുവനായിട്ട് ഡിഡക്ഷൻ കിട്ടും. ഒരു 10 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കമ്പനി ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ കൊടുക്കുന്നെങ്കിൽ 100% ഡിഡക്ട് ചെയ്യാം. അതായത് മുഴുവൻ എമൗണ്ട്, ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്രയും ഡിഡക്ട് ചെയ്യാം. ദെൻ സെക്ഷൻ 80GGB ആണ് നമ്മൾ ഇന്ത്യൻ കമ്പനി ടു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 80GGC എനി പേഴ്സൺ ടു പൊളിറ്റിക്കൽ പാർട്ടി, ഏതെങ്കിലും പേഴ്സൺ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്തത് അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിഡക്ഷൻ. അപ്പൊ നമ്മൾ സെക്ഷൻ then two more deductions are there. Section 80QQB royalty income on books. Some more deductions are there. 80QQB royalty income on books. നിങ്ങൾ എന്തെങ്കിലും ബുക്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ അതിന്റെ റോയൽറ്റി, അതിന് എത്രത്തോളം ഡിഡക്ഷൻ കിട്ടും നമുക്ക് നോക്കാം. 3 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പാറ്റന്റ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പാറ്റന്റ് കിട്ടും. സെക്ഷൻ 80 RRB പ്രകാരം പാറ്റന്റ് കിട്ടും. 3 ലക്ഷം രൂപ വരെയും പാറ്റന്റിന് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ബുക്സിന് 80QQB പ്രകാരം 3 ലക്ഷം, 80 RRBക്ക് പാറ്റന്റ് പ്രകാരം 3 ലക്ഷം കിട്ടും. ഓക്കെ, ദെൻ 80TTA ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക്. നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ഓഫീസിലോ സേവിംഗ് ബാങ്കിലോ ഒക്കെ സേവിംഗ് ഡെപ്പോസിറ്റ് നടത്തുകയാണെങ്കിൽ 10,000 രൂപ വരെ ദാറ്റ് യു ഗെറ്റ് ആസ് ഡിഡക്ഷൻ. 10,000 rupees വരെ ഡിഡക്ഷൻ കിട്ടും. പോസ്റ്റ് ഓഫീസ് ബാങ്കിലോ അതുപോലെ തന്നെ സേവിംഗ് ബാങ്കിലോ ഒക്കെ ഡിഡക്ഷൻ നടത്തുകയാണെങ്കിൽ. ഓക്കെ, ദെൻ 80TTB സീനിയർ സിറ്റിസൺ, അതായത് നിങ്ങൾ വയസ്സായ ആളാണ് എങ്കിൽ, 60 വയസ്സിൽ കൂടുതലുള്ള ആളാണ് എങ്കിൽ അദ്ദേഹം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് ഓഫീസിലൊക്കെ ഡെപ്പോസിറ്റ് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും 80TTB പ്രകാരം. നോർമലി ഒരു പേഴ്സൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ വരെയാണ് ഡിഡക്ഷൻ കിട്ടുക സെക്ഷൻ 80TTA പ്രകാരം. ദെൻ 80TTB പ്രകാരം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, 60 വയസ്സിൽ കൂടുതലുള്ള ആളാണെങ്കിൽ 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ദെൻ സെക്ഷൻ 80U പ്രകാരം ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ, വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ ആ വൈകല്യമുള്ള വ്യക്തിക്ക്
80U പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 75,000 രൂപ സാധാരണ ഡിസബിലിറ്റി ആണെങ്കിൽ, നല്ല വൈകല്യമുള്ള ആളാണെങ്കിൽ 1,25,000 രൂപ വരെ ഡിഡക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ നിങ്ങളോട് ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസേബിൾഡ് ഡിപ്പെൻഡന്റിന് കിട്ടുന്ന, അതായത് ഡിപ്പെൻഡന്റിനെ നോക്കുന്ന, വൈകല്യമുള്ള വ്യക്തിയെ നോക്കുന്ന ആൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 80U പ്രകാരം ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് കിട്ടുന്നത്, ഡിപ്പെൻഡന്റ് അല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകല്യമുള്ള വ്യക്തിക്കാണ് സെക്ഷൻ 80U പ്രകാരം ഡിഡക്ഷൻ കിട്ടുക. നേരത്തെ പറഞ്ഞത് ഡിസേബിൾഡിനെ നോക്കുന്ന വ്യക്തിക്കാണ് ഡിഡക്ഷൻ കിട്ടുക. അത് നമ്മൾ ഏത് ഡിഡക്ഷൻ പ്രകാരമാണ് പറഞ്ഞത്? സെക്ഷൻ 80DD. സെക്ഷൻ 80DD പ്രകാരം ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് ഡിഡക്ഷൻ കിട്ടും. അതായത് വൈകല്യമുള്ള വ്യക്തിയെ നോക്കുന്ന ആൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് കിട്ടും. നോക്കാം, ഇവിടെ നോക്കാം. സെക്ഷൻ 80DD പ്രകാരം ഡിസേബിൾഡ് ഡിപ്പെൻഡന്റിന് ഡിഡക്ഷൻ കിട്ടും. ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് ആണ് ഇവിടെ അതായത് ഡിസേബിൾഡിനെ നോക്കുന്ന, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. വൈകല്യമുള്ള ആളെ നോക്കുന്ന ആൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. 75,000 രൂപ നോർമൽ വൈകല്യമാണെങ്കിൽ, 1,25,000 രൂപ സേവിയർ നല്ല വൈകല്യമാണെങ്കിൽ. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻ 80U എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സണ് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. വൈകല്യമുള്ള വ്യക്തിക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. 80U എന്ന് പറയുന്നത് ഡിസേബിൾഡ് പേഴ്സണ് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. ഡിപ്പെൻഡന്റിനല്ല. ഡിപ്പെൻഡന്റ് 80DD പ്രകാരമാണ് ഡിസേബിൾഡ് ഡിപ്പെൻഡന്റിന് കിട്ടുക. ഇവിടെ 80U പ്രകാരം ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിക്ക്, അതായത് വൈകല്യമുള്ള വ്യക്തിക്കാണ് ഇവിടെ ഡിഡക്ഷൻ കിട്ടുക. 75,000 രൂപ നോർമൽ വൈകല്യമാണെങ്കിൽ, 1,25,000 നല്ല രീതിയിലുള്ള വൈകല്യമാണെങ്കിൽ, അതിൽ കൂടുതലുള്ള വൈകല്യമാണെങ്കിലും കിട്ടും. ഓക്കെ, ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ഇത്രയും ഡിഡക്ഷൻസ് ആണ് അപ്പൊ നമ്മളിത് പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇൻകം ടാക്സിന്റെ അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U, 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനലിന്റെ പേര് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ സെർച്ച് ചെയ്യുക, കൊമേഴ്സ് നോളജ് JS1 എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത BCom വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.